CSI സഭയുടെ സൺഡേ സ്കൂൾ പഠന സഹായി പ്രൈമറി ഗ്രേഡിലെ പാഠഭാഗമാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. പ്രൈമറി ഗ്രേഡിലെ പുസ്തകമാണ് ഞാൻ ഈ കാണിക്കുന്നത്. കൈത്തിരി സൺഡേ സ്കൂൾ പഠന സഹായി പ്രൈമറിയിലെ വാല്യം 2 ആണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അതിൽ നമുക്ക് ഒന്നാമത്തെ പാഠം നോക്കാം. ഒന്നാമത്തെ പാഠം എന്ന് പറയുന്നത് യോനാഥാൻ എന്നാണ്. യോനാഥാൻ. ഇതിലെ പാഠ ഉദ്ദേശമെന്ന് പറയുന്നത് യോനാഥാനെക്കുറിച്ച് പഠിക്കുക എന്നുള്ളതാണ്. യോനാഥാനെക്കുറിച്ച് മനസ്സിലാക്കുക. ഇവിടെ നമ്മളിപ്പോൾ രണ്ടുപേരെ കാണുകയാണ്. ഈ ചിത്രം നമ്മൾ നോക്കുകയാണെങ്കിൽ രണ്ടുപേരെ നമുക്കിവിടെ കാണാം. യോനാഥാനും ദാവീദുമാണ്. യോനാഥാനും ദാവീദുമാണ്. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ യോനാഥാനെക്കുറിച്ച് മനസ്സിലാക്കുകയാണ് നാം ഇന്ന് ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ യോനാഥാൻ എന്ന പാഠഭാഗം. നമുക്ക് പാഠത്തിലേക്ക് കടക്കാം. പാഠം 1, യോനാഥാൻ. 1 ശമൂവേൽ 18-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള ഭാഗങ്ങൾ വെച്ചാണ് നമുക്ക് ഈ പാഠഭാഗം തയ്യാറാക്കിയിരിക്കുന്നത്. നമുക്ക് പാഠത്തിലേക്ക് കടക്കാം. കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് കൂട്ടുകാരുണ്ടോ? കുറച്ച് പേർക്ക് ഒരുപാട് കൂട്ടുകാർ കാണും, അല്ലേ? എല്ലാവരും ഒരുപോലെയാണോ നാം സ്നേഹിക്കുന്നത്? ചിലരോട് നമുക്ക് ഒരുപാട് സ്നേഹം കാണും, അല്ലേ? ചിലർ നമ്മളോട് ഒരുപാട് സ്നേഹം കാണിക്കാറുമുണ്ട്, അല്ലേ? അതുപോലെ ശൗൽ രാജാവിൻ്റെ മൂത്ത മകനാണ് ആര്? യോനാഥാൻ. ശൗൽ രാജാവിൻ്റെ മൂത്ത മകനാണ് ആര്? യോനാഥാൻ. ഈ ശൗൽ രാജാവിൻ്റെ മൂത്ത മകനാണ് ഈ യോനാഥാൻ. ഇതാരാണ്? യോനാഥാനാണ്. ശൗൽ രാജാവിൻ്റെ മൂത്ത മകനാണ് യോനാഥാൻ. ഈ യോനാഥാൻ സ്വന്തം പ്രാണനെ പോലെ സ്നേഹിച്ച തൻ്റെ കൂട്ടുകാരനാണ് ദാവീദ്. ഇതാരാണ്? ദാവീദ്. ഈ യോനാഥാൻ സ്വന്തം പ്രാണനെ പോലെ സ്നേഹിച്ച തൻ്റെ യോനാഥാൻ്റെ ഏറ്റവും നല്ല സുഹൃത്തായിരുന്നു ആര്? നല്ല കൂട്ടുകാരനായിരുന്നു ആര്? ഈ ദാവീദ്. അതുകൊണ്ട് തന്നെ യോനാഥാൻ ധരിച്ചിരുന്ന മേലങ്കിയും വസ്ത്രവും വാളും വില്ലും അരക്കച്ചയും ദാവീദിന് നൽകി. എന്തൊക്കെ നൽകി? യോനാഥാൻ ധരിച്ചിരുന്നതാണ് ഈ അരക്കച്ച, വാള്, വില്ല്, പിന്നെ എന്തൊക്കെയാണ്? മേലങ്കി, വസ്ത്രം. ഇതെല്ലാം ആര് നൽകിയതാണ്? ഈ യോനാഥാൻ ദാവീദിന് നൽകിയാണ്. കണ്ട, ഈ യോനാഥാൻ ദാവീദിനെ സ്വന്തം പ്രാണനെ പോലെ സ്നേഹിച്ചിരുന്നത് കൊണ്ട് ഈ യോനാഥാൻ്റെതെല്ലാം ആർക്ക് നൽകി? ഈ ദാവീദിന് നൽകി. ഇസ്രായേലും ഫെലിസ്തീനും തമ്മിൽ യുദ്ധം നടന്നപ്പോൾ ഫെലിസ്ത്യ മല്ലനായ ഗോലിയാത്തിനെ കൊന്ന് ദാവീദ് ഇസ്രായേലിനെ സംരക്ഷിച്ചു. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു യുദ്ധമുണ്ടാവുകയാണ്, ഇസ്രായേലും ഫെലിസ്തീനും തമ്മിൽ. അപ്പോൾ അവിടെ ഒരു ഫെലിസ്ത്യ മല്ലനുണ്ടായിരുന്നു. ഫെലിസ്ത്യ മല്ലൻ്റെ പേരെന്തായിരുന്നു? ഗോലിയാത്ത്. ഈ ഗോലിയാത്തിനെ കൊന്ന് ദാവീദ് എന്തോന്ന് ചെയ്തു? ഈ ദാവീദ് ഇസ്രായേലിനെ സംരക്ഷിച്ചു. ഈ സമയം അവിടെയുള്ള സ്ത്രീകൾ ഒരു പാട്ട് പാടി. ആ പാട്ട് ഇങ്ങനെയായിരുന്നു: ശൗൽ 1000 കൊന്നു, ദാവീദോ 10,000 കൊന്നു എന്നുള്ളതായിരുന്നു. നാം ആദ്യം പഠിച്ചു ഈ യോനാഥാൻ്റെ അപ്പനായിരുന്നു, പിതാവായിരുന്നു ആര്? ശൗൽ രാജാവ്. അപ്പോൾ ആ ശൗലിനെക്കുറിച്ചും ആ യോനാഥാൻ്റെ അപ്പനെക്കുറിച്ചും ഈ ദാവീദിനെക്കുറിച്ചും ഈ ഇസ്രായേലി സ്ത്രീകൾ ഇങ്ങനെ ഒരു പാട്ട് പാടി: ശൗൽ 1000 കൊന്നു, ദാവീദോ 10,000 കൊന്നു എന്ന്. അതിനർത്ഥം ശൗൽ കുറച്ചു പേരെയും അതിനേക്കാൾ കൂടുതൽ ആര് കൊന്നു? ദാവീദ് കൊന്നുവെന്നുമാണ്. ഇത് യോനാഥാൻ്റെ അപ്പനായ ശൗൽ രാജാവിന് ഇഷ്ടമായില്ല. ഇതാർക്കും ഇഷ്ടമായില്ല? ഈ യോനാഥാൻ്റെ അപ്പനായ ശൗൽ രാജാവിന് എന്ത് ഇഷ്ടമായില്ല? ഈ പാട്ട് ഇഷ്ടമായില്ല. യോനാഥാൻ്റെ അപ്പനായ ശൗൽ രാജാവിന് ഇതിന് വളരെയധികം ഭാരമുണ്ടായി, പ്രയാസമുണ്ടായി. അതുകൊണ്ട് തന്നെ ദാവീദിനെ കൊല്ലാൻ ഈ ശൗൽ രാജാവ് തീരുമാനിച്ചു. ആര് തീരുമാനിച്ചു? ഈ ശൗൽ രാജാവ് തീരുമാനിക്കുകയാണ് ഈ ദാവീദിനെ കൊല്ലുക എന്ന്. അപ്പോൾ തന്നെ ഇതറിഞ്ഞ യോനാഥാൻ ദാവീദിനെ സംരക്ഷിക്കുകയാണ്.
അപ്പോഴും തൻ്റെ കൂട്ടുകാരനെ സംരക്ഷിക്കുവാൻ ആര് ഓടി വന്നു? തൻ്റെ കൂട്ടുകാരനായ ദാവീദിനെ സംരക്ഷിക്കുവാൻ ആര് ഓടി വന്നു? ദാവീദ് ഓടി വരികയാണ്. അപ്പോഴും ദാവീദിനെ യോനാഥാൻ സംരക്ഷിക്കുകയാണ്. മരണത്തിൽ നിന്നും തൻ്റെ കൂട്ടുകാരനായ ദാവീദിനെ യോനാഥാൻ രക്ഷപ്പെടുത്തി. യോനാഥാൻ തൻ്റെ മരണം വരെ രാജ്യത്തിനു വേണ്ടി പിതാവിനോടൊപ്പം പോരാടി. അപ്പോൾ ഈ യോനാഥാൻ ആരാണ്? യോനാഥാൻ ശൗൽ രാജാവിൻ്റെ മകനാണ് അല്ലേ? അപ്പോൾ ഈ യോനാഥാൻ എന്തോന്ന് ചെയ്തു? മരണം വരെ തൻ്റെ രാജ്യത്തിനു വേണ്ടി പിതാവിനോടൊപ്പം ശൗൽ രാജാവിനോടൊപ്പം പോരാടി. ഒടുവിൽ ഗിൽബോവ പർവ്വതത്തിൽ വെച്ച് പിതാവിനോടൊപ്പം ഫെലിസ്ത്യരോട് പടവെട്ടി മരിച്ചു. ഏത് പർവ്വതത്തിൽ വെച്ച്? ഗിൽബോവ പർവ്വതത്തിൽ വെച്ച് പിതാവിനോടൊപ്പം, അതായത് ശൗൽ രാജാവിനോടൊപ്പം ഫെലിസ്ത്യരോട് പടവെട്ടി മരിക്കുകയാണ് യോനാഥാനും. ഇതാണ് യോനാഥാൻ എന്ന പാഠഭാഗത്തിലൂടെ നാം മനസ്സിലാക്കുന്നത്. അപ്പോൾ യോനാഥാനെക്കുറിച്ച് നാം മനസ്സിലാക്കുകയാണ്. ദാവീദിന് സ്വന്തം പ്രാണനെ പോലെ സ്നേഹിച്ച ഒരു വ്യക്തിയാണ് ആര്? യോനാഥാൻ. മരണം വരെ പിതാവിനോടൊപ്പം നിന്നിട്ട് ഗിൽബോവ പർവ്വതത്തിൽ വെച്ച് യോനാഥാൻ എന്ത് ചെയ്യാണ്? മരിക്കുകയാണ്. അടുത്ത് നമുക്ക് ഈ പാഠഭാഗത്തിലുള്ള ക്വസ്റ്റ്യൻ ആൻസറുകൾ നോക്കാം. ദാവീദുമായി സഖ്യത ചെയ്തപ്പോൾ യോനാഥാൻ ദാവീദിന് എന്തെല്ലാം കൊടുത്തു? ദാവീദുമായി സഖ്യത ചെയ്തപ്പോൾ യോനാഥാൻ ദാവീദിന് എന്തെല്ലാം കൊടുത്തു? നമ്മളിതിൽ ആദ്യം കണ്ടു, അവൻ ധരിച്ചിരുന്ന മേലങ്കി, വസ്ത്രം, വാള്, വില്ല്, പിന്നെ അരക്കച്ച. ഏതൊക്കെ? അവൻ ധരിച്ചിരുന്ന മേലങ്കി, വസ്ത്രം, വാള്, വില്ല്, അരക്കച്ച. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദാവീദിനെ കൊല്ലുന്നതിന് യോനാഥാനോടും സകല ഭൃത്യന്മാരോടും കൽപ്പിച്ചത് ആര്? അപ്പോൾ ദാവീദിനെ കൊല്ലുന്നതിന് യോനാഥാനോടും സകല ഭൃത്യന്മാരോടും കൽപ്പിച്ചത് ആരായിരുന്നു? യോനാഥാൻ്റെ അപ്പനായ ശൗൽ രാജാവാണ്. യോനാഥാൻ ആരുടെ മകനാണ്? ശൗൽ രാജാവിൻ്റെ. നമ്മൾ പഠിച്ചു, യോനാഥാൻ ആരുടെ മകനാണ്? ശൗൽ രാജാവിൻ്റെ. നാലാമത്തെ ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. യോനാഥാൻ സ്വന്തം പ്രാണനെ പോലെ സ്നേഹിച്ചത് ആരെ? യോനാഥാൻ സ്വന്തം പ്രാണനെ പോലെ സ്നേഹിച്ചത് ആരെയാണ്? തൻ്റെ കൂട്ടുകാരനായ ദാവീദിനെ. യോനാഥാൻ മരിച്ചത് എവിടെ വെച്ച്? ഗിൽബോവ പർവ്വതത്തിൽ വെച്ച്. എവിടെ വെച്ചാണ്? ഗിൽബോവ പർവ്വതത്തിൽ വെച്ച്. അടുത്ത നമുക്ക് പഠന പ്രവർത്തനത്തിലേക്ക് കിടക്കാം. യോനാഥാൻ ദാവീദിനോട് ചെയ്ത കാര്യങ്ങൾ ബോക്സിൽ എടുത്തെഴുതുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. യോനാഥാൻ ദാവീദിനോട് ചെയ്ത കാര്യങ്ങൾ. യോനാഥാൻ ദാവീദിനോട് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തത്? സ്വന്തം പ്രാണനെ പോലെ സ്നേഹിച്ചു അല്ലേ? പിന്നെ എന്തോന്ന് ചെയ്തു? സഖ്യത ചെയ്തു അല്ലേ? സഖ്യത ചെയ്തു. അടുത്ത, ദാവീദിൻ്റെ മനസ്സോട് പറ്റിച്ചേർന്നു. നമുക്ക് അടുത്ത പ്രവർത്തനത്തിലോട്ട് കിടക്കാം. ശരിയായവ യോജിപ്പിക്കുക എന്നതാണ്. അപ്പോൾ യോനാഥാൻ്റെ അപ്പൻ ആരായിരുന്നു? ശൗൽ രാജാവാണല്ലേ? യോനാഥാൻ്റെ അപ്പൻ ആരായിരുന്നു? ശൗൽ രാജാവായിരുന്നു. യോനാഥാൻ ആരായിരുന്നു? യോദ്ധാവായിരുന്നു അല്ലേ? നമ്മൾ അവസാനം പറഞ്ഞു എന്തോന്ന്? ശൗൽ രാജാവിനോടൊപ്പം തൻ്റെ അപ്പനോടൊപ്പം പടവെട്ടി മരിച്ചു അല്ലേ? അപ്പനോടൊപ്പം കൂടെ നിന്ന് അവസാനം വരെയും കൂടെ നിന്നു അല്ലേ? ആര്? യോനാഥാൻ. അപ്പോൾ യോനാഥാൻ ആരാണ്? യോദ്ധാവ്. അടുത്ത് ദാവീദ് ആരാണ്? ഇസ്രായേലിയർ അല്ലേ? ഗോലിയാത്ത് ആരായിരുന്നു? ഫെലിസ്തീനായിരുന്നു അല്ലേ? ഫെലിസ്തീൻ മല്ലനാണ് ഗോലിയാത്ത്. നമുക്കടുത്ത് ഒരു പാട്ട് പഠിക്കാം. ദാവീദും യോനാഥാനും സഖ്യത ചെയ്തു. സ്വന്തം പ്രാണനെ പോലവൻ സ്നേഹിച്ചിരുന്നു. ഒന്നുകൂടെ പാടാം. ദാവീദും യോനാഥാനും സഖ്യത ചെയ്തു. സ്വന്തം പ്രാണനെ പോലവൻ സ്നേഹിച്ചിരുന്നു. ഈ പാട്ട് പഠിക്കാം. അടുത്ത് നമുക്ക് വാക്യം പഠിക്കാം. 1 ശമൂവേൽ 18:3 അതാണ് വാക്യം. യോനാഥാൻ ദാവീദിനെ സ്വന്തം പ്രാണനെ പോലെ സ്നേഹിക്കൊണ്ട്
അവനുമായി സഖ്യത ചെയ്തു. യോനാഥാൻ ദാവീദിനെ സ്വന്തം പ്രാണനെ പോലെ സ്നേഹിക്കൊണ്ട് അവനുമായി സഖ്യത ചെയ്തു. ഒന്നുകൂടെ പറയാം. യോനാഥാൻ ദാവീദിനെ സ്വന്തം പ്രാണനെ പോലെ സ്നേഹിക്കൊണ്ട് അവനുമായി സഖ്യത ചെയ്തു. ഇതാണ് വാക്യം. നമ്മൾ കാണാതെ പഠിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, സുഹൃത്തുക്കളെ സ്വന്തം പ്രാണനെ പോലെ സ്നേഹിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ. അപ്പോൾ ഇന്നത്തെ പാഠഭാഗം ഇവിടെ അവസാനിച്ചിരിക്കുന്നു. നന്ദി.